കൊല്ലം സുധിയുടെ 2 മക്കൾക്കാണ് 7 സെന്റ് സ്ഥലം. രാഹുലിനും ഋതുലിനും കൊല്ലം സുധിയുടെ 2 മക്കൾക്കാണ് ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, അവസാനം ഇപ്പോൾ പള്ളിയിൽ അച്ഛൻ കൂടി പുറത്തു വന്നിരിക്കുന്നത് രേണു സുധിക്ക്, അതായത് നമ്മുടെ സുധി ചേട്ടന്റെ മക്കൾക്ക് വേണ്ടി. നമ്മുടെ പള്ളിയച്ഛൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാനിത് രേണുവിന് വേണ്ടിയിട്ടല്ല കൊടുത്തത്, രേണുവിന്റെ അച്ഛന് വേണ്ടിയിട്ടല്ല കൊടുത്തത്, രേണുവിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല കൊടുത്തത്, സുധിയുടെ അച്ഛന് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്നല്ല കൊടുത്തത്, ഇനി അതല്ല രേണുവിന്റെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടല്ല കൊടുത്തത്, രേണുവിന്റെ അതായത് സുധി ചേട്ടന്റെ 2 മക്കൾക്ക്, ആ 2 കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഭൂമി കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മറ്റുള്ളവർ വന്ന് താമസിക്കുന്നത് അത്രയൊന്നും ഇഷ്ടമാവുന്നില്ല നമ്മുടെ ഈ പള്ളിയിൽ അച്ഛന് പോലും എന്നർത്ഥം. ഇപ്പോൾ ആ വീട് മറ്റുള്ള ആരെങ്കിലൊക്കെ ഇങ്ങനെ കൈയടക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഈ അടുത്ത് തന്നെ ആ സുധിച്ചേട്ടന്റെ മൂത്ത മകൻ വന്നപ്പോൾ അവിടെ ഒരു അതിഥിയായിട്ട് വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ആ ഒരു മനുഷ്യൻ വന്നിരുന്നില്ല. മറ്റുള്ള ആൾക്കാർക്ക് ഒരു പരിഗണന പോലുമില്ല. അവരെ വീടൊന്നല്ല, രേണുവിന്റെ അച്ഛന്റെ അമ്മയുടെ വീടൊന്നല്ല അത് ഈ 2 മക്കളുടെ പേരിൽ മാത്രമാണ്. അത് ഈ പള്ളിയിൽ അച്ഛനും കൂടി പറയേണ്ട ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോയിൽ പള്ളിയിൽ അച്ഛൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രേണു എന്നെ സഹായിച്ചതിന് ഈ പള്ളിയിൽ അച്ഛനൊക്കെ കിട്ടിയ പണി 8ന്റെ പണിയായിരുന്നു. പള്ളിയിൽ അച്ഛന് മാത്രമല്ല, അതിന്റെ ബിൽഡേഴ്സിന് കിട്ടി. അത് ഗംഭീരമാണ്. കേരളത്തിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ പണിയുന്ന ആൾക്കാരാണ്. അവരുടെ ക്രെഡിബിലിറ്റി നശിപ്പിച്ചു. അത് രേണു എന്ന് പറയുന്ന ഈ ഒരു ഒറ്റ പെണ്ണിന്റെ കാരണം കൊണ്ട്. ഈ മറ്റുള്ള ഈ എന്താ പറയാ വയ്യാവയിലൊക്കെ ഇതിനെ പോകുന്ന പാമ്പിനെ എടുത്തിട്ട് തോളിടുന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. അമ്മാതിരി പരിപാടിയാണ് ഇപ്പൊ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ പള്ളിയിൽ അച്ഛൻ വളരെ വിഷമത്തോടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. രൂപ തീർച്ചയായിട്ടും ലഭിക്കുന്ന 50 ലക്ഷത്തിന് മുകളിൽ വിലമതിക്കുന്ന വസ്തുവും വീടുമുണ്ട്. ശരിക്കും പലരും പറയുന്നുണ്ട് രേണു സുധിക്കാണ് ലഭിച്ചത്. ശരിക്കും ആ വീട് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് 24 ചാനലും ഞാനും കൂടെ ചേർന്ന് കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് അവരുടെ പേരിലാണ് ഈ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് മറ്റാർക്കും അതിനകത്ത് അവകാശമില്ല. അതിനകത്ത് പൂർണ്ണ അവകാശം ആ 2 കുഞ്ഞുങ്ങൾക്കാണ്. കൊല്ലം സുധിയുടെ 2 മക്കൾക്കാണ് പൂർണ്ണ അവകാശം. അതിന്റെ ക്രയവിക്രയങ്ങൾ 15 വർഷത്തേക്ക് ഈ വസ്തു വിൽക്കുവാനായിട്ട്, ആ ഇളയ കുട്ടി മൈനറാണ്, ആ കുട്ടി മേജർ ആകുന്നിടം വരെ അത് വിൽക്കുവാനായിട്ട് അധികാരമില്ല. മനസ്സിലാവുന്നുണ്ട്? ആ കുഞ്ഞിന്റെ അപ്പൻ മരിച്ചു പോയതുകൊണ്ട് ആ കുഞ്ഞ് മേജർ ആകുന്നിടം വരെ അത് ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ക്ലോസിലാണ്. കാരണം ആ കുഞ്ഞിപ്പോ ഒരു 5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അതിനൊരു 20 വയസ്സെങ്കിലും ആകുന്നിടം വരെ അത് വിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു ക്ലോസ്. ആ കുഞ്ഞൊരു മച്ചൂരിറ്റി ആയി കഴിഞ്ഞിട്ട് അവർക്ക് ഓക്കെ, അതാണ് പള്ളിയിൽ അച്ഛൻ. എന്തായാലും അത് അങ്ങനെ ചെയ്ത് നന്നായിട്ടാ. അല്ലെങ്കിൽ ഇപ്പൊ മിക്കവാറും ഏതെങ്കിലും ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ട് ഇപ്പൊ രേണുസുധി ആ വീടും മറന്ന് വിറ്റിട്ടുണ്ടായിരിക്കും. രേണുസുധി വേണ്ട, അവർ മറ്റു കുറെ എണ്ണം അവിടെ താമസിക്കുന്നുണ്ടല്ലോ, അവന്മാർ ആരെങ്കിലൊക്കെ വിറ്റിട്ടുണ്ടായിരിക്കും. നോക്കൂ, ആ ഒരു വീടിന് വേണ്ടിയിട്ട് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ പള്ളിയിൽ അച്ഛൻ. 50 ലക്ഷത്തോളം വില വരുന്ന പറമ്പാണ്. ഇപ്പൊ 50 ലക്ഷത്തോളം വില വരുന്ന പറമ്പ് വെറുതെ ദാനമായിട്ട് കൊടുത്തതാണ്. അങ്ങനെ ദാനമായി കിട്ടിയ ആ ഒരു ഭൂമിയെ, ആ ഒരു വീടിനെ ഏറ്റവും ഗംഭീരമായിട്ട് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട രേണുസുധി അടക്കമുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ്. എന്തായാലും ദാനം കൊടുത്ത സംഗതിയുടെ മേലേക്ക് പള്ളിയച്ഛൻ പിന്നെ എത്തിച്ചു നോക്കിയിട്ടൊന്നുമില്ല. അവിടെ വെഞ്ചരിക്കാൻ പോയി, ഒരു അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി അവിടെ പോയി എന്നല്ലാതെ വേറെ കാര്യത്തിനൊന്നും പള്ളിയച്ഛൻ പിന്നെ അവിടേക്ക് പോയിട്ടില്ല. ആ വീട് ചോരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അതിനെപ്പറ്റി, ചോരുന്നതായിട്ട് എനിക്ക് പുതിയ വീടാണ്. പിന്നെ അവര് പലപ്പോഴും ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ വീടിന്റെ സൈഡിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ട്, എയർ സർക്കുലേഷൻ ചെയ്യാനായിട്ടും. എന്നുവെച്ചാൽ വീടിനൊരു കൂര പോലെ ആണ് ചെയ്തത്. പോയി കാണുവാണെങ്കിൽ മനസ്സിലാകും. വളരെ മനോഹരമായ രീതിയിൽ അത് പണിത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഇവിടെ പറയും ശീതലടിക്കുക അല്ലെങ്കിൽ ചാറ്റിലടിക്കുക എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ മഴ പെയ്യുമ്പോൾ അവരുടെ ആ നല്ല ശക്തമായ കാറ്റിലും മഴ വരുന്ന സമയത്ത് അവിടേക്ക് വെള്ളം മഴ ലീക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടാകും. അത് ഒരു ഗ്ലാസോ മറ്റു കാര്യങ്ങളോ വെച്ച് അത് കവർ ചെയ്ത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനകത്ത്, കാരണം ഇവര് ബിൽഡേഴ്സ് അത് ചെയ്തിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറയാം എയർ സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവര് ചെയ്തേക്കുന്നതാണ്. കണ്ടില്ലേ? എന്തായാലും ബിൽഡേഴ്സ് പറഞ്ഞു തന്നെയാണ് നമ്മുടെ പള്ളിയച്ഛൻ പറയുന്നത്. ആ വീടൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറഗോളം എന്നൊക്കെ പറയും, ഈ ബീമുകളൊക്കെ വെച്ച് അതിൻ്റെ ഇടയിൽ ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ടുള്ള അതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് കാറ്റും വിളിച്ചൊക്കെ വരാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അതിപ്പോൾ ആ ബിൽഡേഴ്സിന് വലിയ പണിയായി. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ആ വീടിന് സൗന്ദര്യം കിട്ടാനും മറ്റൊക്കെ വേണ്ടി ചെയ്തതാണ്. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മഴ വരുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ആരോഗ്യമുള്ള ആരുമില്ലേ?
ആരെങ്കിലും അല്ലെങ്കിൽ ഒരു 10, 100, 200, 500 രൂപ കൊടുത്തിട്ട് ആരോടെങ്കിലും പറഞ്ഞിട്ട് ആ ഭാഗത്ത് മാത്രം എന്തെങ്കിലും ഒരു സംഗതി, ഒരു മരമോ എന്തെങ്കിലും പട്ടികയോ മറ്റോ അടിച്ചു കഴിഞ്ഞാൽ വെള്ളം തുള്ളി പോലും അകത്ത് കയറില്ല. ഇതുപോലും ചെയ്യാതെ ആ ബിൽഡേഴ്സിനെ, ഇത്രയധികം സഹായം ചെയ്ത ബിൽഡേഴ്സിനെ ഇങ്ങനെ മെനക്കെടുത്തുന്ന രീതിയിലൊക്കെ വർത്തമാനം ഒരു കാരണവശാലും ഈ രേണു പറയരുതായിരുന്നു. രേണു പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. അവർ മുഴുവൻ കള്ളം പറഞ്ഞിട്ടാണ് ജീവിക്കുന്നത് നമുക്കിപ്പോൾ തോന്നിപ്പോകുന്നുണ്ട്. ഒരു കാലഘട്ടം വരെ ഞാൻ രേണുസുതി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയെ ഞാൻ അംഗീകരിച്ചിരുന്നു കേട്ടോ. അവരെ ജോലിയിൽ ചെയ്യുന്നത്, അവർ മാന്യപാടി ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചോട്ടെ, നമുക്ക് ആർക്കെങ്കിലുമൊക്കെ പണി കൊടുക്കാൻ കഴിയുമോ? പലരും ചോദിക്കുന്നതാണ്, നിങ്ങൾ ഈ പണി കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് ആർക്കും പണി കൊടുക്കാനൊന്നും കഴിയില്ല, എന്തായാലും അവരെ ജോലിക്ക് ചെയ്ത് ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ജോലി ചെയ്ത് ജീവിക്കുന്നതിനൊപ്പം അവർ ഇത്തരത്തില് ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് പണി കൊടുക്കുകയാണ്. ഇപ്പൊ നോക്കൂ, രേണുസുതിയുടെ ഈ ഒരു വർത്തമാനം കൊണ്ട് പള്ളിയച്ചൻ പറയുന്നുണ്ട്, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാൾക്ക് പോലും ഭൂമി കൊടുക്കില്ല. പറയുന്നുണ്ട്, കൊടുത്തേക്കാം, അതും എനിക്ക് ബോധ്യപ്പെടണം. ആരെങ്കിലും പറഞ്ഞിട്ട്, ഇതിപ്പോ പള്ളിയച്ചൻ ഇഷ്ടം കൊണ്ട് കൊടുത്തല്ല, നമ്മുടെ 24 ചാനലും മറ്റൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട്, റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ് ഈ സുധി എന്ന് പറയുന്ന ആളുടെ ഈ മക്കൾക്ക് ഈ ഭൂമി കൊടുത്തത്. പള്ളിയച്ചൻ പറയുന്നുണ്ട്, ഇനി ഞാൻ ഒരാൾക്കും ഭൂമി കൊടുക്കില്ല, എനിക്ക് ബോധ്യപ്പെട്ടാൽ അർഹതയുള്ളവർക്ക് മാത്രം. പള്ളിയിലച്ഛൻ ഈ അർഹത എന്നുള്ള പറഞ്ഞ വാക്ക് 3, 4 തവണയൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു ഇതിനൊട്ടും അർഹതയല്ലായിരുന്നു എന്ന് പള്ളിയിലച്ഛനടക്കം ബോധ്യമായിരിക്കുന്നു എന്നർത്ഥം. സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് വൈറലാകുന്നുണ്ട്. ഇതാണ് സംഭവം. പള്ളിയിലച്ഛനാകെ ഇതായി പോയി, പാവം. ഇത്തരത്തിലാണ് ബിൽഡേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായത്. അപ്പൊ അച്ഛനത് കണ്ടിരുന്നു നേരത്തെ? ഇല്ല, ഇപ്പം ഇങ്ങനെ പറഞ്ഞു കേട്ടാൽ ഇപ്പോഴാണ് ഞാനിത് കാണുന്നത്. പറഞ്ഞു കേട്ടു, ഇങ്ങനെ പുള്ളിക്കാരത്തി പറഞ്ഞു, ഇപ്പം കാണിച്ചപ്പോഴാണ് ഞാനത് കാണുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ അറിയാലോ. ഒരു നൂന്നുള്ളൊരു ആരോപണമാണ്. കേട്ടപ്പം വളരെ വിഷമമാണ് തോന്നി അത് കേട്ടു. അത് കണ്ടപ്പോഴും കൂടെ പറഞ്ഞു കേട്ടു, പക്ഷെ ഇപ്പൊ അത് കണ്ടപ്പോ വളരെ വിഷമമാണ് തോന്നിയത്. നോക്കൂ, ഇദ്ദേഹം പോലും അത് പറഞ്ഞു കേട്ടു എന്ന് പറയണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹം അത് അറിഞ്ഞത്? സ്വാഭാവികമായിട്ട് ഇദ്ദേഹം ഭൂമി കൊടുത്ത്, ആ ഭൂമി കൊടുത്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും ഭൂമി കൊടുക്കാമെന്നല്ലേ? അത്യാവശ്യം മാന്യമായി ജീവിക്കുന്ന എത്ര പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പാവങ്ങൾക്ക് എന്റെ പൊന്നു പള്ളിയിലച്ച നിങ്ങൾക്ക് ആ ഭൂമി കൊടുക്കാറില്ല എന്നുള്ള ചോദ്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ട്. രേണുവിന് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ആ ഒരു മഹാ ഉഡായിപ്പ് ജീവിതമാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രേണുവിന് കൊടുക്കരുത് എന്നാണ് ഇപ്പോൾ എല്ലാവരും പള്ളിയിലച്ഛൻ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പള്ളിയിലച്ഛനും ഇങ്ങനെ രേണു ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട്. സുധി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ, രേണു സുധിയുടെ ഫാദറിനോ, രേണു സുധിയുടെ മദറിനോ, രേണു സുധിയുടെ ചേച്ചിക്കോ, രേണു സുധിയുടെ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. രേണു സുധിയുടെ ഫാമിലിക്ക് ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. നോക്കൂ എത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഫാദർ മനസ്സിലാക്കിയിരിക്കുന്നു രേണു സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ആ 2 മക്കളുടെ പേരിലാണ് ആ ഭൂമിയും ആ വീടും കെടുക്കുന്നത്. പക്ഷേ മൂത്ത മകന് ഇപ്പോൾ അവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നില്ല. തൻ്റെ വീടാണ് എന്ന രീതിയിൽ ആ വീട്ടിലേക്ക് കയറി താമസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ബന്ധു വീട്ടിൽ താമസിച്ചാണ് ഇപ്പോൾ മൂത്ത മകൻ പഠിക്കുന്നത്. അവിടെ വന്ന് വരുന്നില്ല എന്ന് വെച്ചിട്ട് അവിടെ സുധിയുടെ അമ്മയും മറ്റോടെ താമസിക്കുന്നുണ്ടോ? അതുമില്ല. അതിന് പകരമായിട്ട് രേണുവിന്റെ അച്ഛനമ്മയും രേണുവിന്റെ കുടുംബവുമാണ് ഇപ്പോൾ ആ വീട് കൈയടക്കി വെച്ചിരിക്കുന്നത്. അവിടെ അതിഗംഭീരമായിട്ട് ജീവിക്കുന്നത് അവരാണ്. എന്നാൽ ആ വീട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? അതില്ല. വല്ല തെരുവ് അല്ലെങ്കിൽ ചേരിയിലത്തെ ചില വീടുകൾ, അതും ഇതിനേക്കാൾ വൃത്തി ഉണ്ടായിരിക്കും കേട്ടോ. അവിടെയൊക്കെയാണ് ഏറ്റവും തീരെ സൗകര്യമില്ലാത്ത വീടുകളൊക്കെ ഉണ്ടായിരിക്കുക. അത്തരം വീടുകൾ പോലെ അത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ആ വീട്ടുകാർ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു, അവരെ കുടുംബക്കാർക്കല്ല ഞാൻ വീട് കൊടുത്തത്, അത് നമ്മുടെ സുധിയുടെ 2 മക്കളുടെ പേരിലാണ്, അത് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതല്ല എന്ന് പള്ളിയിലച്ഛൻ കൃത്യമായിട്ടും പറയുന്നു. രേണുസുധി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ അംഗീകരിക്കുന്നില്ല. അത് അവരെന്തുകൊണ്ട് പറഞ്ഞു എന്ന് തീർച്ചയായിട്ടും അവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു? കൃത്യമായിട്ടും ഇതാണ് എല്ലാവരും അറിയേണ്ടത്. കാരണം അത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതൊരു പ്രശ്നമല്ല, അതൊരു വീടിന്റെ ഒരു ഡിഫക്റ്റ് അല്ല. അത് ഇന്നൊരു പറകോള പോലെ സാധനം ഉള്ളതുകൊണ്ട് സീതടിച്ച് വെള്ളം വീഴുന്ന ഒരു സംഗതിയാണ്. അത് ഈ വാർപ്പ് ചോർന്ന ഒന്നല്ല എന്ന് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്.
അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമായിട്ട് പോലും അത് ഇങ്ങനെ ഒരു പ്രശ്നം എന്ന രീതിയിലൊക്കെ എന്തുകൊണ്ട് രേണു അവതരിപ്പിച്ചു എന്നുള്ളതാണ്. വളരെ മോശം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. പള്ളിയിലച്ഛനും അത് ബോധ്യമായി കേട്ടോ. അവരിപ്പോ KHDC കൊണ്ട് ഞാൻ എന്റെ കെയർ ഓഫ് ഒരു ബിൽഡിംഗ് പണിയിപ്പിച്ചു. ഇതിവിടെ ചോരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൂടെ അത് ബുദ്ധിമുട്ട് വരുന്നില്ല. ഞാനിപ്പോ ഒരു വർക്ക് അവർക്ക് കൊടുക്കുക, KHDC ഞാനൊരു വർക്ക് പിടിച്ചു കൊടുക്കുക. ഈ ന്യൂസ് ഇന്നലെ അത് കണ്ടതോടുകൂടി എന്റെ ക്രെഡിബിലിറ്റിയും പോകത്തില്ലേ? ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് പുള്ളിക്കാരത്തി എന്ത് ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും അതിനെ സമൂഹം രണ്ടായിട്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു ഇൻസിഡന്റോടുകൂടി അത് നിങ്ങൾ എടുത്തു പറയണം. രേണുസുതി എന്നല്ല, ഈ ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കുറെ പ്രോബ്ലംസ്. അത് ഞാൻ പുള്ളിക്കാരത്തിന്റെ പേര് ഒരിക്കലും പറഞ്ഞില്ല, രേണുസുതി എന്നൊരു പേര് ഞാൻ പറഞ്ഞില്ല. ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് അത് എഴുതി കൊടുത്ത കാരണത്താൽ എന്നെ വളരെയധികം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ പ്രയാസപ്പെടുത്തി, എന്നെ ഒരുപാട് കരയേണ്ട അനുഭവങ്ങൾ വന്നു. നോക്കൂ, ഈ രേണുസുതിക്ക് ഇങ്ങനെ സംഗതി അവരവരെ പേരെടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിന്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങൾ കുരുത്തക്കേട് ചെയ്തിട്ടില്ല. ഒരു പയ്യൻ ആകെ 5 വയസ്സുള്ളൂ, ഒരാളെ 10-20 വയസ്സായിരിക്കുന്നു. വളരെ മാന്യമായിട്ട് കിച്ച് എന്ന പേരിലൊക്കെ യൂട്യൂബ് ചാനലൊക്കെ നടത്തി വളരെ മാന്യമായിട്ട് അവൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നിട്ടും ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ് അവൻ. പക്ഷേ അങ്ങനെ ഒരു തരത്തിലും ഈ പള്ളിയച്ഛൻ ആ മക്കൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ രേണുസുതിയുടെ ഇത്തരത്തിലുള്ള ഈ ഏർപ്പാടുകളും മറ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ അപരാധങ്ങൾ കണ്ടുകൊണ്ട് ഇത്തരമുള്ള ഒരു ആൾക്കായിരുന്നു ഈ പള്ളിയിലച്ഛൻ. നമ്മൾ ഈ പള്ളിയിലച്ഛൻ എന്നൊക്കെ പറയുന്ന നമ്മളെ വളരെയധികം മഹത്വമുള്ള ഒരു സംഭവമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അവർ ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ നമ്മൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം വളരെ നന്മയുള്ള പ്രവൃത്തി ചെയ്ത് സ്വന്തം പറമ്പിൽ നിന്ന് വില പിടിച്ച ഏക്കർ കണക്കിന് പറമ്പിൽ നിന്ന് 50 ലക്ഷത്തോളം വില വരുന്ന ഒരു സ്ഥലമാണ് കൊടുത്തത്. അത് കൊടുത്തത് അർഹതപ്പെട്ടവരെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല എന്ന് പള്ളിയിലച്ഛൻ ഇപ്പൊ നല്ല ബോധ്യമായി. വീണ്ടും ഒരു കാര്യം കൂടെ തറപ്പിച്ച് പറയാം. കൊല്ലം സുധിക്ക് മക്കൾക്ക് വസ്തു എഴുതി കൊടുത്തതിന് ശേഷം 1 സെന്റ് ഭൂമി വേറൊരാൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല. എനിക്കത് തോന്നുമെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യൂ. ഇനി ഒരാള് റെക്കമെൻഡ് ചെയ്താലും ഞാൻ സഹായിക്കും. അതെന്തുകൊണ്ടാണ് ഇപ്പൊ മനസ്സിലായല്ലോ. ഞാനൊരു റെക്കമെൻഡേഷന്റെ പേരിൽ പോയതിന്റെ തിക്തഫലങ്ങൾ എനിക്ക് ഒരുപാട് കിട്ടും. എനിക്ക് പൂർണ്ണമായിട്ട് തോന്നണം. എങ്ങനെയുണ്ട്? രേണുസുതിക്ക് ഭൂമി കൊടുത്തതിന്റെ ഭാഗമായിട്ട് പള്ളിയച്ഛൻ അനുഭവിച്ചു, നാറാണക്കല്ല് പിടിച്ചു നടത്താം. ഇനി ആര് റെക്കമെൻഡ് ആയിട്ട് പള്ളിയച്ഛൻ. അപ്പൊ രേണുസുതി കൊണ്ട് ഗുണമുണ്ടായതെന്ന് മനസ്സിലാക്കി. ഈ പള്ളിയച്ഛൻ ഇതേപോലെ എത്രയോ പാവങ്ങളെ സഹായിക്കുമായിരുന്നു. ഭൂമിയില്ലാത്തവർക്ക് ഇദ്ദേഹം ഭൂമി കൊടുക്കാൻ തയ്യാറാണ്. അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ മുഴുവനായിട്ട് പറയുന്നുണ്ട്, ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് എന്റെ പേരിലെ സമ്പത്ത് ഞാനിങ്ങനെ പാവങ്ങൾക്ക് കൊടുക്കും. പക്ഷെ അത് അദ്ദേഹത്തിന് ബോധ്യമാവണം. ഇനി ആരുടെ റെക്കമെൻഡിലും ഒരു തുണ്ട് ഭൂമി പോലും ആർക്കും കൊടുക്കില്ല. ഈ രേണുസുതിയെ കൊണ്ട് ഇപ്പൊ ഗുണമുണ്ടായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ആ ബിൽഡേഴ്സ് ഇനി ഒരാൾക്കും വീട് വെച്ച് കൊടുക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. 2, പള്ളിയിലച്ഛൻ ഇനി ഒരു തുണ്ട് ഭൂമി പോലും ആർക്കും കൊടുക്കില്ലെന്ന് പള്ളിയിലച്ഛൻ ഉറച്ചു പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. വളരെ നന്മ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന പള്ളിയിലച്ഛൻ, വളരെ നന്മ പ്രവൃത്തികൾ ഇനിയും ചെയ്യുമെന്ന് പറയുന്ന ആ പള്ളിയിലച്ഛൻ, അയാൾ പറഞ്ഞിരിക്കുന്നു ഒരു തുണ്ട് ഭൂമി പോലും ഇനി ആർക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യം, ഇതുകൊണ്ട് ഞാൻ അനുഭവിച്ചു, ഇനി എനിക്ക് അനുഭവിക്കാൻ വയ്യ എന്നുള്ളതാണ്. മറ്റേ ആ KHDC എന്ന് പറയുന്ന ആ ഒരു സംഘടന പറയുന്നു, ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ പറയുന്നു, എൻ്റെ ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു നല്ല നന്മയുള്ള മനുഷ്യൻ പറഞ്ഞു, ഒരു തരത്തിലും അദ്ദേഹം ഈ വീടുമായി ബന്ധപ്പെട്ട് പിന്നെ ആ വീട്ടിലേക്ക് പോയിട്ടില്ല, അവരെ വിളിച്ചിട്ടില്ല, അവരെ ശല്യം ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വീട് കൊടുത്തു, അവരെ വാടായി. ഇതാണ് ഈ ഒരു മനുഷ്യനൊക്കെ ചെയ്യുന്നത്. അങ്ങനെയുള്ള നല്ല മനുഷ്യൻ പറയുന്നു ഇനി ആർക്കും വീട് വെച്ചു കൊടുക്കാൻ ഉദ്ദേശമില്ല, ഞങ്ങൾ ഇത് നിർത്തി. രേണുസുതിയെ കൊണ്ട് അത്രത്തോളം ഇവന്മാരൊക്കെ അനുഭവിച്ചു. നോക്കൂ, ആ ഒരു പെണ്ണ് കാരണം എത്ര ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതമാണ് നമ്മുടെ നാട്ടിൽ കുളമാവുന്നെന്ന് ആലോചിച്ച് നോക്കി. അവരുടെ ലൈഫേ ഇങ്ങനെ കോഞ്ഞാട്ടയാണ്. അതിനൊപ്പം തന്നെ എത്രയോ പാവങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന സൗഭാഗ്യങ്ങൾ ഇവരെ കൊണ്ടാണ് നശിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. എന്ത് ചെയ്യും? ബൈ.